കേരളത്തിലുടനീളം ഇപ്പോൾ ഉച്ചസമയത്തടക്കം താപനില കുറഞ്ഞാണ് അനുഭവപ്പെടുന്നത്. ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം രാത്രി അടക്കം നല്ല തണുപ്പും പിന്നീട് രാവിലത്തെ അതേ കാലാവസ്ഥ തന്നെ ഏകദേശം ഉച്ചയ്ക്കും വൈകുന്നേരം അടക്കം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ 2 ദിവസത്തോളമായി കാണപ്പെടുന്നത്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്ന പോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഉച്ചസമയത്ത് പോലും സൂര്യനെ കാണാനില്ല. ഈ ഒരു പ്രതിഭാസം വൃശ്ചിക മാസത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഒരു മാറ്റമാണ് എന്ന് കരുതിയാൽ തെറ്റി. ഈ ഒരു കാലാവസ്ഥാ മാറ്റത്തിന് പ്രധാന കാരണം ശ്രീലങ്കയിൽ കനത്ത നാശനഷ്ടം വിതച്ച ദിത്വ ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ ഒരു പ്രതിഭാസമാണ്. ആ ഭാഗത്തുണ്ടായ ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ ഭാഗമായി ഈ കേരളത്തിൻ്റെ തീരത്തേക്കും കേരളത്തിൻ്റെ കാലാവസ്ഥയെ ബാധിക്കുന്ന തരത്തിലേക്ക് മോയ്സ്ചർ ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായി എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു മോയ്സ്ചറിൻ്റെ ഒരു മാറ്റം കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഗണ്യമായ താപനില കുറയാനും ഒപ്പം സൂര്യപ്രകാശമടക്കം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കുറയാൻ അങ്ങനെ താപനില കുറയാനാണ് ഇപ്പോൾ കാരണമായിരിക്കുന്നതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു ചുഴലിക്കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലടക്കം കനത്ത മഴ തുടക്കത്തിൽ വിദഗ്ധർ വിലയിരുത്തിയിരുന്നെങ്കിലും ആ മഴയടക്കം ഇപ്പോൾ ശ്രീലങ്കയിലാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കയിൽ ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതടക്കം ഈ ദിത്വ ചുഴലിക്കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയുടെ സഹായമടക്കം ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ചുഴലിക്കൊടുങ്കാറ്റ് ചെന്നൈയിലും മറ്റ് പ്രാന്തപ്രദേശങ്ങളിലും കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനടക്കം കാരണമാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ കനത്ത ജാഗ്രതയിലാണ് ജനങ്ങളും സർക്കാർ അധികാരികളും. കേരളത്തിലും ഇതേപോലെ മഴയ്ക്കൊരു സാധ്യത പറഞ്ഞിരുന്നെങ്കിലും അത് പെയ്യാനുള്ളൊരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല. ഈ കാലാവസ്ഥയിലെ പെട്ടെന്നുള്ളൊരു മാറ്റം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം.